നമസ്കാരം സുഹൃത്തുക്കളെ, അലൈൻ ജസ്ലലിയാണ്. അലൈനിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല കാർ വാഷ് എവിടെയുള്ളതെന്ന്. ഞാൻ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ പേര് ചോദിച്ചു, നല്ലപോലെ വാഷ് ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമോ, അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ അടുക്ക് പോസ്റ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ രണ്ടാമത് ഈ സെയിം സ്ഥലത്ത് തന്നെ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നത്. ബയോ കൂടുതൽ വിശേഷം വീഡിയോ കാണാം. How are you? أنا موجود زمان شوف أنت كمان إن شاء الله. ഞാനിപ്പോൾ എൻ്റെ കാർ ജസ്റ്റ് ബോഡി വാഷ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അവർ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഡോറുകൾ ഫുള്ള് തുറന്ന് വെച്ചിട്ട് അതിനുള്ളിൽ എയർ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കച്ചറായിട്ടുള്ള പൊടികളും സാധനങ്ങളൊക്കെ ആദ്യം തന്നെ പറപ്പിച്ച് കളയും. അതിനുശേഷം നമ്മുടെ ചവിട്ടി സാധനങ്ങളെല്ലാം എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോണറ്റ് തുറന്നിട്ട് നമ്മളുടെ സൗദിയ ഓക്കെ ഓക്കെ പിന്നെ ഒരു കവർ കൊണ്ട് നമ്മളുടെ ഈ കമ്പ്യൂട്ടർ വരുന്നൊരു ബോഗുണ്ട്, അത് കവർ ചെയ്യും. പിന്നെ സോപ്പ് ഇട്ടിട്ട് നമ്മുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് അവർ ക്ലീൻ ചെയ്യും. ഇങ്ങനെ കഴുകിയതിന് ശേഷം എയർ അടിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ചില പഴയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചില സെൻസറിനുള്ളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ട്രബിൾ വരും. അപ്പോൾ അവരത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം എയർ അടിച്ച് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ആ ബോണറ്റിൻ്റെ ഉള്ളിൽ പരിപാടി അവസാനിപ്പിക്കുന്നത്. ആ എയർ അടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഡീസൽ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡീസൽ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ ആ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ലൈറ്റ് ന്യൂ പോലെ തോന്നും. വെള്ളം കണ്ട അതൊക്കെ സൈക്കിളായി തേച്ച് കഴുകാനായിട്ടാ. ഞാനിക്കതിരിക്കാൻ പറ്റിയില്ല. അതൊക്കെ ആള് വെള്ളവും സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി അതിലെ വെള്ളമൊക്കെ ആള് സ്പ്രേ ചെയ്ത് കളയണേ. കഴുകുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായയും സാൻഡ്വിച്ചൊക്കെ വേണമെങ്കിൽ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വീലൊക്കെ ആകെ അഴുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളെ വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുത്ത ചവിട്ടികൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ കുറച്ച് പരിപാടികൾ ഞാൻ ചെയ്യും. അതും നമുക്ക് കാണേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. നീ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ഈ പൈസലുണ്ടോ തന്നെ ചോദിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും. പൈസലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ആളാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പൈസലിനോട് ഉഷാറാക്കി തരാൻ പറഞ്ഞാൽ പൈസ അടിപൊളിയാക്കി തരും. ഇന്ന് മോനുള്ള വീഡിയോ എടുക്കുന്നത് ഫാമിലീസൊക്കെ ആയിട്ട് വരുന്നില്ല, അവൻ ഇരിക്കാനൊക്കെ സൗകര്യം ഇട്ടിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്ന ആളാണ് ഇവിടെ കാണിച്ചു തരാം. ഇത് പിന്നെ വീഡിയോഗ്രാഫർ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴും പണിപ്പുറയിൽ തന്നെയാണ്. പൈസ ഭയനുള്ളിൽ തന്നെ ഉണ്ട്. ഫുള്ള് കുറച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈസൽ ഭായിയുടെ വാക്വം ക്ലീനർ വെച്ചിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ്. ഞാനിങ്ങനെ കുറെ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ മക്കളെ കൊണ്ടുപോകും. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, മക്കളെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. മക്കൾക്ക് ഇതൊക്കെ കണ്ട് ഇതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവും. ഇത്രയ്ക്കൊക്കെ ഞാൻ ചെയ്തതിന് എത്ര രൂപയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളത്? 20 രൂപയാണ് ഇത്രയും ചെയ്തതിനായിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പൈസലിന് സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. നമ്മുടെ ഫ്ലോർ മാറ്റൊക്കെ ഉള്ള ഒരു കവറിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് സംഭവം ഒന്നും ഞാൻ ഇന്ന് വരെ എവിടെയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് തന്നെ അതിശയം തോന്നി. ഇതുവരെ ഇങ്ങനെയൊന്നും ഒരു ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇതിപ്പോൾ എത്രമാത്രം അത് നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അവർ അതിൻ്റെ പിന്നീട് എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാറ് ജസ്റ്റ് വാഷ് ചെയ്യാൻ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കതൊരു വീഡിയോ എടുക്കാതെ പറ്റില്ല. കാരണം അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഫൈസൽ വായോ ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ മുത്ത് ഫൈസൽ. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ പ്രത്യേകം ചോദിക്കുക ഫൈസൽ എവിടെയെന്ന് ചോദിക്കണം. കാരണം ആളാണ് പുലി. അപ്പൊ മാഷാ അല്ലാഹ്, you did a very good job. Thanks a lot. Your work is perfect. There is no word. ഇൻഷാല്ലാ. അപ്പൊ ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണാം. വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ കാണാം. ബൈ.